നിഷ് ഇന്ററാക്റ്റീവ് ഡിസബിലിറ്റി അവയർനെസ് സെമിനാറിലേക്ക് ഏവർക്കും സ്വാഗതം. സാമൂഹ്യനീതി വകുപ്പും നിഷും സംയുക്തമായി 2015 മുതൽ നടത്തിവരുന്ന ഭിന്നശേഷി അവബോധ പരിപാടിയാണ് നിഡാസ്. ഭിന്നശേഷിയുള്ളവരെയും അവരുടെ മാതാപിതാക്കളെയും അവരെ പരിപാലിക്കുന്നവരെയും ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പലതരത്തിലുള്ള ഭിന്നശേഷിയെക്കുറിച്ചും അത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും ബോധവാന്മാരാക്കാനാണ് ഈ പരിപാടി നടത്തിവരുന്നത്. സെഷനിൽ സൈൻ ലാംഗ്വേജ് പരിഭാഷ ഉണ്ടായിരിക്കും. ആവശ്യമുള്ള പാർട്ടിസിപ്പൻസ് സ്ക്രീനിൽ ശാന്തി PS-നെ പിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഈ സെഷൻ ഗൂഗിൾ മീറ്റിലൂടെയും നെഷിന്റെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീമിങ്ങിലൂടെയും കാണാവുന്നതാണ്. 85ാമത് നിഡാസ് സെഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. 85ാമത് നിഡാസിൽ പഠന പരിമിതി എന്താണെന്നും അതെങ്ങനെ കണ്ടെത്താമെന്നും ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ സെഷനിൽ പഠന പരിമിതി, ഇടപെടലുകളും സജ്ജീകരണങ്ങളും ഗവൺമെന്റ് പദ്ധതികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചർച്ച സംഘടിപ്പിക്കുന്നത്. പാനൽ ചർച്ച കൈകാര്യം ചെയ്യുന്നതിനായി ഏർലി ഇന്റർവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റിയായ ദിവ്യ PS മാമിനെ സ്വാഗതം ചെയ്യുന്നു. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ നിഡാസിൽ പഠന പരിമിതി എന്തൊക്കെയാണെന്നും അതെങ്ങനെ തിരിച്ചറിയാമെന്നും ചർച്ച ചെയ്തിരുന്നു. ഇനി അതിനുള്ള പരിഹാര മാർഗങ്ങളും അതോടൊപ്പം അവർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ് എന്നതുമാണ് ഇന്നത്തെ നിഡാസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മോടൊപ്പം ചേരുന്നത് നിഷിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ലെക്ചററുമായ ജുമിൻ മേരി ജോസഫ്, നിഷിലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിസ്റ്റും സീനിയർ ലെക്ചറർ ലേണിംഗ് ഡിസബിലിറ്റി എക്സ്പേർട്ടുമായ ഡോക്ടർ അഞ്ജന AV, നിഷിലെ കോളേജ് ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി ലെക്ചററായ റെയ്സ S കുമാർ. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ 38 വർഷത്തോളം സേവനം അനുഷ്ഠിക്കുകയും 2004 ബെസ്റ്റ് ടീച്ചർ അവാർഡ് ലഭിക്കുകയും ചെയ്ത ശ്രീമതി P തങ്കമണി ടീച്ചർ ഇപ്പോൾ ദ സീഡ് എന്ന് സ്വന്തമായ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്തി വരുന്നു. നിഷിലെ സോഷ്യൽ വർക്ക് വിഭാഗം മേധാവിയായ രജിത L. എല്ലാവർക്കും സ്വാഗതം. ജുമിൻ മാമിനോടാണ് എൻ്റെ ചോദ്യം. ആദ്യകാല ഇടപെടൽ പഠന പരിമിതിയെ കൈകാര്യം ചെയ്യുന്നതിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? പഠന പരിമിതിയെ കൈകാര്യം ചെയ്യുന്നതിൽ ആദ്യകാല ഇടപെടൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് മുമ്പോട്ട് പഠിച്ചു പോകുന്നതനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഡിമാൻഡ് കൂടുകയാണ്. ചെറിയ ക്ലാസ്സിൽ ഒരുപക്ഷെ നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ ആയിരിക്കും, പിന്നീട് അത് വേർഡ്സ് ആവും, സെന്റൻസ് ആവും. വലിയ ക്ലാസ്സുകളിലോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് പാരഗ്രാഫ്സ് വായിക്കാനും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരം ചെയ്യാനും ഒക്കെയുള്ള രീതിയിലേക്ക് അത് പോകും. അപ്പോൾ ചെറിയ ക്ലാസ് ലെവലിൽ ഇന്റർവെൻഷൻ കിട്ടാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5-6 ക്ലാസ്സിൽ ആണ് കുട്ടി ഇന്റർവെൻഷന് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ പറയുന്ന കുട്ടിക്ക് ആൽഫബറ്റ്സ് ഒന്നും തറവല്ല എങ്കിൽ നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കേണ്ടത് ആ ഒരു ലെവലിൽ നിന്നായിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എന്നുള്ളത് വളരെ വലുതാണ്. അപ്പോൾ ഇന്റർവെൻഷനും വളരെയധികം TDS-ഉം നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അതുകൊണ്ട് ആദ്യകാല ഇന്റർവെൻഷനാണ് എപ്പോഴും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. പഠന പരിമിതിയുള്ള കുട്ടികൾക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാമിന്റെ പരിശീലന രീതികൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? പരിശീലനത്തിന് മുമ്പായിട്ട് നമ്മൾ ആദ്യ പടി എന്നോണം ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം ബുദ്ധി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പഠന ബുദ്ധിമുട്ടുള്ളവർക്ക്, പഠന പരിമിതി ഉള്ളവർക്ക് നിയർ ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് നിലവാരത്തിലായിരിക്കും അവരുടെ ബുദ്ധി നിലവാരം വരുന്നത്. അതിനുശേഷം പഠനവുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെന്റ് നടത്തും. അപ്പോഴാണ് നമുക്ക് ഇവരുടെ യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിലാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ ആദ്യമായിട്ട് പഠന പരിമിതിയെ പറ്റി പറഞ്ഞപ്പോൾ പല ഏരിയാസിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളിലും ഈ എല്ലാ ഏരിയയിലും ബുദ്ധിമുട്ടുണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവരുടെ ഏരിയ ഓഫ് ഡിഫിക്കൽട്ടി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ അതിൽ അറ്റൻഷൻ, മെമ്മറി പോലെയുള്ള കോഗ്നിറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകളുണ്ട്. പിന്നീട് റീഡിങ്, റൈറ്റിംഗ്, സ്പെല്ലിംഗ്, അരിത്തമെറ്റിക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകൾ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബുദ്ധിമുട്ടനുസരിച്ച് അവർക്ക് ഇന്റർവെൻഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു ഇവർക്ക്
ഇവര് പഠിത്തത്തിൽ പുറകോട്ടായതുകൊണ്ട് തന്നെ പല രീതികളിലും ഇവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞു. ചിലരിൽ ആങ്സൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ്, ചിലപ്പോൾ അവർക്ക് മിംഗ്ലിങ്ങിൽ ഇഷ്യൂസ് ഉണ്ടാവാം, സോഷ്യൽ സ്കിൽസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഏരിയാസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്റർവെൻഷൻ പ്ലാൻ ചെയ്യുമ്പോൾ. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് മാം, പഠന പരിമിതി പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുമോ? പഠന പരിമിതി നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല. അതിൽ നമുക്ക് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റും, അതായത് അവരെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തേതിൽ നിന്നും അവരുടെ നിലവാരം നമുക്ക് മെച്ചപ്പെടുത്താം. പക്ഷെ മുമ്പോട്ട് പോകുമ്പോഴും ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് ഉണ്ടാകാം. അപ്പോൾ അതിനെ മറ്റു രീതിയിലുള്ള മാനേജ്മെന്റിലൂടെ മുമ്പോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലോട്ട് അല്ലെങ്കിൽ മേഖലകളിലോട്ട് അവരെ തിരിച്ചുവിടുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നുള്ള നിലയിൽ പഠന പരിമിതിയുള്ള കുട്ടിയുടെ പുനരധിവാസത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ സാധിക്കും? കഴിഞ്ഞ സെഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് മെയിൻ റോൾ വഹിക്കുന്നത് ഒരു കുട്ടിയുടെ ആ പഠന പരിമിതികളുള്ള കുട്ടികളുടെ ഏർലി ഐഡന്റിഫിക്കേഷനിലാണ്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു, ഭാഷാപരമായ വികസനത്തിൽ താമസമുള്ള കുട്ടികൾ, സംസാരത്തിൽ വ്യക്തത കുറവുള്ള കുട്ടികൾ, അങ്ങനെ റിസ്ക്കായി കാണുന്ന കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പിയുടെ പാർട്ടായിട്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ പഠന പരിമിതി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ബേസിക് ആയിട്ടുള്ള റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അവരുടെ അക്കാഡമിക് അല്ലെങ്കിൽ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റീസോ പാഠപുസ്തകങ്ങളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സോ ഒന്നും ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. പ്യുവർലി ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ അവരുടെ റീഡിങ്ങും റൈറ്റിങ്ങും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്പീച്ച് പത്തോളജിസ്റ്റ് ഗോൾ. കുട്ടിയിലെ ഭാഷാപരമായ പരിമിതികൾ ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കും? ഒരു കുട്ടിയുടെ പഠനപരിമിതിയുള്ള കുട്ടിയുടെ ഭാഷാപരമായ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഏജ്, ആ കുട്ടിയുടെ കറണ്ട് ലാംഗ്വേജ് ലെവൽ എന്നിവയെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഒരു KG അല്ലെങ്കിൽ കിൻഡർ ഗാർഡനിൽ പോകുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ആ കുട്ടിയുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി സാധാരണയായി യൂസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഷെയർഡ് ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതായത് ചെറിയ കഥാപുസ്തകങ്ങൾ എടുത്ത് കുട്ടിയോടൊപ്പം തന്നെ അത് വായിച്ച് അതിനെപ്പറ്റി പ്രിന്റ് എന്താണ്, അതിനകത്ത് കോൺസെപ്റ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടിക്ക് ഡയറക്റ്റ് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത് ആ ഒരു രീതിയിലൂടെ കുട്ടിയുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്റ്റോറി റീടെല്ലിംഗ് ആക്ടിവിറ്റീസ്, നമ്മൾ സ്റ്റോറി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ആ കുട്ടികളെ കൊണ്ട് അത് തിരിച്ചു പറയിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസും കൂടെ നമുക്ക് ആ ഒരു സ്റ്റേജിൽ കുട്ടികളിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു പ്രൈമറി സ്കൂൾ അപ്പർ പ്രൈമറി സ്കൂൾ ഒക്കെ എത്തുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വാക്കുകൾ വായിക്കാനും വാക്കുകൾ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുകളുണ്ട്. ആ ഒരു രീതിയിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രീ റിക്വിസിറ്റ്സ്, അതായത് അടിസ്ഥാന ഘടകങ്ങൾ, ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ വർക്ക് ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യും, കുട്ടികളുടെ റീഡിംഗ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പിന്നീടുള്ള ഭാഷാ വികസനത്തിന്, നോർമൽ കുട്ടികളുടെ ആയാലും ഭാഷാ വികസനത്തിന് വളരെ അത്യാവശ്യമായ ഒരു ഫാക്ടറാണ് റീഡിംഗ്. പിന്നീടുള്ള ഭാഷാ ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നത് റീഡിങ്ങിലൂടെയാണ്. അപ്പം ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമ്മളുടെ ഈ കുട്ടികൾക്ക് വലിയ എസ്സേസ് വായിച്ച് അത് സമ്മറൈസ് ചെയ്യിപ്പിക്കുക, അതിനകത്ത് കണ്ടന്റ്സ് ഓർഗനൈസ് ചെയ്ത് എഴുതാൻ പരിശീലിപ്പിക്കുക, ഒരു പോയിന്റിൽ നിന്ന് ക്രിയേറ്റീവായിട്ടുള്ള റൈറ്റിംഗ്, നറേഷൻ സ്കിൽസ്, അങ്ങനെയുള്ള സ്കിൽസിലൂടെ, അങ്ങനെയുള്ള ട്രെയിനിങ്ങിലൂടെയാണ് ഈ കുട്ടികളുടെ ഭാഷാപരമായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യിപ്പിക്കേണ്ടത്. റീസ മാമിനോടാണ്, പഠന വെല്ലുവിളിയുള്ള കുട്ടികൾക്ക് ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് നൽകുന്ന പരിശീലന രീതികൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ആദ്യം തന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ നോക്കേണ്ടത് സെൻസറി പ്രോസസ്സിംഗ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സോ കുട്ടികൾക്ക് നമുക്ക് ആദ്യം തന്നെ ഓക്യുപേഷണൽ തെറപ്പി ഡീറ്റെയിൽഡ് അസസ്മെന്റ് എടുക്കണം. അതേപോലെ തന്നെ കുട്ടിയുടെ മൈൽ സ്റ്റോൺ, നമ്മളെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് അവർക്ക് ഈ ഹെഡ് കൺട്രോൾ, അതേപോലെ തന്നെ റോളിംഗ്,
ക്രോളിംഗ്, ഈ പറയുന്ന സ്റ്റാൻഡിങ്, അതെല്ലാം കറക്റ്റായിട്ട് മൈൽ സ്റ്റോൺ അച്ചീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ഇൻ കേസ് നമുക്ക് അതിൽ ക്രോളിങ്ങോ അങ്ങനെ എന്തെങ്കിലും മൈൽ സ്റ്റോൺ സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ പ്രത്യേക രീതിയിൽ അവർക്ക് റൈറ്റിംഗ് ഇതുപോലെയുള്ള പഠന പരിമിതികൾ വരാനുള്ള സാധ്യതകൾ കൂടുതൽ കാണാൻ പറ്റും. സോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ സെൻസറി പ്രോസസ്സിങ്, അതായത് നമ്മൾ പറയുന്ന പോസ്ചറൽ ഓർ മോട്ടോർ ഡിസോർഡർ എന്ന് പറയുന്ന, അവർക്ക് നമ്മൾ പറയുന്ന മോട്ടോർ കമാൻഡ്സ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇപ്പോൾ അതെല്ലാം നമ്മൾ അവർക്ക് നോക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അവർക്ക് ശരിക്കും ബോൾ ത്രോ പറ്റുന്നുണ്ടോ, ബോൾ ത്രോയിങ്, ക്യാച്ചിങ്, ടാർഗറ്റ് ത്രോയിങ്, അതേപോലെ തന്നെ വൺ ഹാൻഡ് ത്രോയിങ്, ഇതെല്ലാം പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് അവരെ ക്രോസ് മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ നെക്സ്റ്റ് നമ്മൾ ക്രോസ് മോട്ടോഴ്സിൽ വരുന്ന ബാലൻസ്, കോർഡിനേഷൻ, ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതിന്റെ കൂടെ തന്നെ ഈ ഒബ്സ്റ്റക്കിൾ വാക്കിംഗ്, ഈ പ്രോബ്ലംസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്ന ഫൈൻ മോട്ടോർ ഇഷ്യൂസ്, അതായത് സ്മോൾ മസിൽസ്, ബട്ടണിങ് ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും കോർഡിനേഷൻ പ്രോബ്ലം ഉണ്ടോ, അതേപോലെ തന്നെ അവർക്ക് സ്പൂൺ കൊണ്ട് കഴിക്കാനും ഈറ്റിംഗ് യൂട്ടൻസിൽസ് അതൊക്കെ അവർക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നമുക്ക് പെൻസിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള പ്രീ റിക്വസൈറ്റ് സ്കിൽസ് എന്ന് പറയുന്ന ഫൈൻ മോട്ടോർ സ്കിൽസ് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂന്നാമതായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവിന് നമ്മൾ കുട്ടി എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ സീക്വൻസ് ചെയ്യണം ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറി ടെല്ലിംഗ്, സ്റ്റോറി സീക്വൻസിങ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജിക്സോ പസിൽസ് പോലെ കൊടുക്കാം. സോ ഒരു കഥ പറഞ്ഞിട്ട് ആ കഥ എങ്ങനെ ജോയിൻ ചെയ്യണം അത്. പിന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുക. സോ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിങ്ങിന് മെയിൻ ആയിട്ട് വേണ്ടത് വിഷ്വൽ പെർസെപ്ഷൻ സ്കിൽസ് ആണ്. സോ വിഷ്വൽ പെർസെപ്ഷൻ സ്കിൽസ് എന്ന് പറയുമ്പം അതിൽ വരുന്ന വിഷ്വൽ അറ്റൻഷൻ, വിഷ്വൽ കോഗ്നിഷൻ, അതായത് കുട്ടിക്ക് ഫിഗറും ഗ്രൗണ്ടും, അതായത് കുട്ടി എഴുതുമ്പം കറക്റ്റായിട്ട് അവർക്ക് നേരെ ആ ലൈനിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ. അതേപോലെ തന്നെ ചിലപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ അവർക്ക് ഒരു ഹാൻഡ് റൈറ്റിംഗ് ഇല്ലെജിബിലിറ്റി കാണാൻ പറ്റും. സോ അത് അവര് എഴുതുന്നത് ചിലപ്പോൾ സ്പേസ് വിട്ടിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക, അല്ലെങ്കിൽ ശരിക്കും നേരെ എഴുതില്ല, ചിലപ്പോൾ പി ഒരു ഭാഗത്തും ടി ഒരു ഭാഗത്തും, അങ്ങനെയുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ അത് എങ്ങനെ എഴുതണം, അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അസസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് വേറെ തന്നെ കൊടുക്കാം. സോ ഇതൊക്കെയാണ് നമ്മൾ ഓക്യുപേഷണൽ തെറപ്പിയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ്. പഠന പരിമിതിയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ പരിശീലന രീതികൾ മാതാപിതാക്കൾക്ക് വീട്ടിൽ നൽകാൻ സാധിക്കും? നമ്മൾ പാരന്റ്സിന് മെയിനായിട്ട് നമ്മൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ആദ്യം തന്നെ കുട്ടിക്ക് കാം ആയിട്ടുള്ള ഒരു പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് കാം ക്ലട്ടർ ഫ്രീ എൻവിറോൺമെന്റ്, അതായത് അവർക്ക് ഒരു ശ്രദ്ധ പോകാതെ രീതിയിലുള്ള ഒരു മുറിയോ ഒരു റൂമോ അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ അവർക്ക് ഒരു സെൻസറി ബ്രേക്സ്, അതായത് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഈ ഹോംവർക്ക് റൈറ്റിങ്ങും അങ്ങനെ കൊടുക്കാതെ ഇടയ്ക്ക് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് പോലെ, എന്തെങ്കിലും മോട്ടോർ ആക്ടിവിറ്റീസ് പോലെ അവർക്ക് കൊടുക്കാം. ബോൾ ത്രോയിങ്ങോ അതുപോലെ എന്തെങ്കിലും നമ്മൾ പാരന്റ്സ് കൂടെ തന്നെ ഇന്ററാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും അവർക്ക് ആക്ടിവിറ്റീസ് പോലെ കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ പാരന്റ്സ് മെയിൻ ആയിട്ട് കുട്ടികളെ ബാക്കിയുള്ള അവരെ പിയർ ഗ്രൂപ്പ്, അവരെ അടുത്തുള്ള കുട്ടികളായിട്ട് കുറച്ച് പ്ലേ കുറച്ച് കൂടുതൽ അവർക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പാർക്കിൽ കൊണ്ടുപോവുക, സ്വിങ് കൊടുക്കുക, അതേപോലെ എന്തെങ്കിലും റൈഡ്സോ അതുപോലെയുള്ള ആക്ടിവിറ്റീസ് അവർക്ക് കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. സോ അത് കുട്ടിയുടെ മോട്ടോർ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ അവർക്ക് അത് നമുക്ക് മാറ്റാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ കുട്ടി കുറച്ചും കൂടെ ആക്റ്റീവ് ആവുമ്പം കുട്ടിയുടെ ശ്രദ്ധ നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും. പഠന പരിമിതി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പഠന സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണ് മാം?
നമ്മളിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ഫോണിക്സോ അങ്ങനെ അവർക്ക് ആ ലെറ്റേഴ്സ് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഓഡിറ്ററി സ്റ്റോറി ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഓഡിറ്ററി ടൈപ്പ് റൈറ്റേഴ്സ് പോലെ ഉണ്ട്. അതേപോലെ നമുക്ക് വിഷ്വൽ സ്കെഡ്യൂളിംഗ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ എന്തെങ്കിലും റിമൈൻഡേഴ്സ് അങ്ങനെ കൊടുക്കുന്നതിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അസിസ്റ്റീവ് ടെക്നോളജീസ് ഒരുപാട് കുട്ടിക്ക് എഴുതാനും റീഡിങ്ങിനും വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാറുണ്ട്. ഓഗ്യുമെന്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെ റീഡിങ്ങിനും എങ്ങനെ ഓഡിറ്ററി സ്റ്റോറി ബുക്സ് ഉണ്ട്. അതുപോലെ നമ്മൾ കുറേ അസിസ്റ്റീവ് ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്. വിഷ്വൽ കാലണ്ടേഴ്സ് പറയാം. അതേപോലെ തന്നെ അവർക്ക് ഓരോന്ന് ഹോംവർക്ക് ചെയ്യാനുള്ള ഓരോ പ്ലാനിങ് ചെയ്യാനുള്ള ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട്. കുറച്ച് അസിസ്റ്റീവ് ഡിവൈസസ്. അടുത്ത ചോദ്യം തങ്കമണി മാമിനോടാണ്. പഠന പരിമിതിയുള്ള കുട്ടികൾക്ക് സഹായകമാകുന്ന ശാസ്ത്രീയ പഠന രീതികൾ എന്തൊക്കെയാണ് മാം? പഠന പരിമിതിയുള്ള കുട്ടികളെ മിക്കവാറും നമ്മൾ സ്പെഷ്യൽ സ്കൂളിൽ കണ്ടുവരുന്നത് വായനയിൽ പിറകിലോട്ടായിരിക്കും, എഴുത്തിൽ പിറകിലോട്ടായിരിക്കും, ഗണിതം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പിറകിലോട്ടായിരിക്കും. വായന എന്ന് പറയുമ്പോൾ അവർ കൃത്യമായി മനസ്സിലാക്കി ആയിരിക്കില്ല വായിക്കുന്നത്. എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് നിർത്തണമെന്ന് അവർക്കറിയില്ല. ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളത് ചോദിക്കുമ്പോൾ അവർക്ക് തിരിച്ചു പറയാൻ മനസ്സിലാവുന്നില്ല. അത് അവരുടെ വായനയും തമ്മിലുള്ള പരിമിതികളാണ്. അതുപോലെ എഴുത്തിലാണെങ്കിൽ കൂടി കുട്ടികൾക്ക് എഴുതുന്നതിന് വളരെയേറെ പ്രയാസം നേരിടുന്നു. എഴുതുമ്പോൾ തന്നെ തലതിരിച്ചെഴുതുക, ആവർത്തിച്ച് എഴുതുക, എഴുതിയ കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റാതെ വരുന്നു. ഗണിതപരമായ ഇതിലാണെങ്കിൽ അവർക്ക് കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരുടെ പരിമിതി കാരണമാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ അവർക്ക് ഒരു വാച്ച് നോക്കി സമയം പറയുക, പിന്നെ മണി കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവർക്ക് പരിമിതികളാണ്, ലേണിംഗ് പരിമിതിയിലേക്ക് വരുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട അഡാപ്റ്റേഷൻ ട്രെയിനിങ് കൊടുത്താൽ ഒരുവിധം ഒരു പരിധി വരെ അവരെ നമുക്ക് മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കാൻ പറ്റും. പഠന പരിമിതി നേരിടുന്ന കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം തന്നെ മുഖ്യധാരാ വിദ്യാഭ്യാസം സാധ്യമാണ്? ഒരു പരിധിവരെ സാധ്യമാകും. എന്നാൽ മറ്റു കുട്ടികളുടെ ഒപ്പം എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പരിധിവരെ നമുക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്ത്, ചില സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് അവരെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ, പഠന പരിമിതികളുള്ള കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികളെ ശരിക്കും നമ്മൾ അസസ് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് അവർ ഏത് മേഖലകളിലാണ് അവർ പിന്നോക്കം നിൽക്കുന്നത്, ഏത് രീതിയിലുള്ള പരിമിതികളാണ് അവർക്കുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ചില ഈ ഭാഷാ പരിമിതികളുള്ള കുട്ടികളെ നമ്മൾ പറയുന്നത്, ഒരു കുട്ടിയുടെ IQ എന്ന് പറയുന്നത് 90 മുതൽ 110 വരെയാണ്. അതുവരെയുള്ള സ്കോർ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ കുട്ടികളെ IQ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത്രയും 90 മുതൽ 110 വരെ അവർക്ക് IQ ഉണ്ടെന്നിരിക്കട്ടെ, എന്നിരുന്നാലും നന്നായിട്ട് അവർ ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഇടപെടാനും കുട്ടികളോട് കളിക്കാനും ഓടാനും ചാടാനും പാടാനും ഒക്കെ അവർക്ക് കഴിവുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ എഴുത്തും വായനയിലേക്കും വരുമ്പോൾ അവർ പിന്നോക്കം നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ കുട്ടികൾ ഏതൊക്കെ മേഖലയിൽ ആണ് പിന്നോക്കം നിൽക്കുന്നത്, എഴുതുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എഴുത്താണ് അവർക്ക് ബുദ്ധിമുട്ട്, വായിക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് പ്രയാസങ്ങൾ, ഗണിതം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഏത് രീതിയിലാണെന്നുള്ളത് നമ്മൾ കൃത്യമായി അസസ് ചെയ്തിട്ട് ഒരു IEP ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയോ അങ്ങനെയുള്ള കോഗ്നിറ്റീവ് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരുടെ പരിമിതികളെ കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് സാധാരണ കുട്ടികളോടൊപ്പം അവരെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർക്ക് സാധിക്കും. പഠന പരിമിതി അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് അതിൽ നിന്ന് മെച്ചപ്പെടാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എങ്ങനെയെല്ലാം ഒരു കുട്ടിയെ സഹായിക്കും? പഠന പരിമിതിയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളുടെ പഠന കാര്യങ്ങൾ, നമ്മൾ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിന് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാൻ. പഠന പ്രവർത്തനം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിന്നും അറിയാത്ത കാര്യങ്ങൾ, കുട്ടി കണ്ട കാര്യങ്ങളിൽ നിന്നും കാണാത്ത കാര്യങ്ങൾ, കുട്ടിക്ക് പരിചിതമായ കാര്യത്തിൽ നിന്നും അപരിചിതമായ കാര്യങ്ങൾ,
അത് മനസ്സിലാക്കി വേണം കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാൻ. ഇപ്പം നമ്മൾ ലെറ്റർ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിൽ റാ എന്നുള്ള ഒരു അക്ഷരം പഠിപ്പിക്കണമെങ്കിൽ അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കുമോ, അതിൻ്റെ ഉച്ചാരണം മനസ്സിലാക്കുമോ, അത് റൗണ്ട് ചെയ്യാൻ കുട്ടിയെ പഠിപ്പിക്കുകയോ, അതിൻ്റെ പുറത്തൂടി കൈയോട്ടിക്കാൻ പഠിപ്പിക്കുകയോ, അതിന് ശേഷം മാത്രമേ ഒരു പെൻസിൽ ഹോൾഡ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം കുട്ടിയെ കൊണ്ട് ആ ലെറ്റർ എഴുതിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ആണ് കുട്ടിയൊക്കെ കൊടുക്കേണ്ടത്. ഒരു ഗ്രൂപ്പിൽ വിട്ടാൽ ആ കുട്ടിക്ക് ആ ട്രെയിനിങ് കിട്ടാതാവുന്നുണ്ട്. പിന്നെ പഠന പരിമിതികൾ കൂടാതെ ഈ സ്പെഷ്യൽ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് നാഡീ സംബന്ധമായ പരിമിതികളുണ്ട്. എന്ന് വെച്ചാൽ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ പിടിക്കാൻ പറ്റാതെ വരിക, സിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാതെ വരിക, അങ്ങനെയുള്ള പരിമിതികളും കൂടെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു ഓക്യുപേഷണൽ തെറാപ്പിയുടെ സഹായത്തോടു കൂടി ഈ വിദ്യാഭ്യാസ രീതിയിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ സാധിക്കും. മാമിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മാമിനെ ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ, മാമിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് മാമിന് മാതാപിതാക്കളോടോ അധ്യാപകരോടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാമിനത് പറയാം. എനിക്ക് അധ്യാപകരോടായാലും രക്ഷകർത്താക്കളോടായാലും എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം വെച്ചിട്ട്, ഈ മക്കളോടുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഉള്ള ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല. വ്യത്യസ്തമായ കഴിവുകളുള്ള മക്കളാണ് നമ്മുടെ മക്കൾ. അതിൽ അവർക്ക് പ്രത്യേക സ്കില്ലുകൾ ഉണ്ടായിരിക്കും. ചില കുട്ടികൾക്ക് പാടാൻ പറ്റും, ചില കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും, ചിലവർക്ക് അഭിനയിക്കാൻ പറ്റും, ചിലവർക്ക് പടങ്ങ് വരയ്ക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള മക്കളാണ്. അവർക്ക് അവരുടെ സ്പെഷ്യൽ സ്കില്ല് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് അധ്യാപകരായാലും മാതാപിതാക്കളും ഐഡൻറ്റിഫൈ ചെയ്യുക. ആ സ്കില്ലിന് വേണ്ട പരിശീലനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്യിച്ചിട്ട് അവരെ നമുക്ക് മുഖ്യധാരയിൽ എത്തിക്കാൻ പറ്റും. ഈ കുട്ടികളെല്ലാം നമുക്ക് പഠനം നടത്തി പഠിച്ച് ഒരു ജോലി സമ്പാദിക്കും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷയെക്കാളും നല്ലത് അവരിൽ അന്തർലീനമായിരിക്കുന്ന സ്പെഷ്യൽ സ്കില്ല്, കഴിവുകൾ അത് കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വരുന്ന ഒത്തിരി കുട്ടികളുടെ അനുഭവങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ ഈ മക്കളെ ഓരോരുത്തരെയും എത്തിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുട്ടികളുടെ സ്പെഷ്യൽ സ്കില്ല് ഏതാണെന്ന് കണ്ടുപിടിച്ച് അധ്യാപകരായാലും രക്ഷകർത്താക്കളായാലും അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള കണ്ടിന്യൂസ് ട്രെയിനിങ് കൊടുത്ത് അവരെ ഒരു നല്ല ഉത്തമ പൗരനായിട്ട് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. രജിത മാമിനോടാണ് എൻ്റെ അടുത്ത ചോദ്യം. പഠന പരിമിതിയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ നിലവിലുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് മാം? പഠനപരിമിതിയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് അല്ലെങ്കിൽ ഭിന്നശേഷി അവകാശ നിയമം 2016 നിലവിൽ വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്നും ഈ അവകാശങ്ങളെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും വ്യക്തമായി നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും രേഖ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനായിട്ട് ഈ കുട്ടികൾ ആദ്യമായി ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ നമ്മുടെ റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി കുട്ടിക്ക് വേണ്ട പരിശോധനകൾ നടത്തി രേഖകൾ ലഭ്യമാക്കേണ്ടതാണ്. ഈ പരിശോധനകൾ എന്തൊക്കെ വേണമെന്ന് ഓൾറെഡി നമ്മുടെ സൈക്കോളജിസ്റ്റ് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. കുട്ടികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള IQ അസസ്മെന്റും പഠിത്തത്തിൽ എവിടെയാണ് കുട്ടിക്ക് പ്രശ്നമുണ്ടെന്നും കണ്ടുപിടിച്ചതിന് ശേഷം ഈ രേഖകളുമായി കുട്ടി ഓൺലൈനായി, അതായത് നമുക്ക് സ്വന്തമായോ അല്ലെങ്കിൽ ഒരു അക്ഷയ സെന്റർ മുഖേനയോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കിട്ടുന്ന പേപ്പറുമായും ഈ രേഖകളുമായി ഒരു മെഡിക്കൽ അതോറിറ്റിയുടെ മുന്നിൽ, മെഡിക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും, ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ മെഡിക്കൽ ബോർഡ് കൂടുന്നുണ്ട്. അപ്പം ഈ രേഖകളുമായി മെഡിക്കൽ അതോറിറ്റിയുടെ മുന്നിൽ പോകുകയും വേണ്ട ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് ചെയ്തു നോക്കിയതിന് ശേഷം ഇവർക്ക് വേണ്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും UDID കാർഡും ലഭിക്കുന്നതാണ്.
ഈ ലഭിക്കുന്ന UDID കാർഡും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുമാണ് ഇവരുടെ ആധികാരിക രേഖയായി നമ്മൾ കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടിക്ക് സ്കൂളിൽ എല്ലാ ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നത്. മാം പറഞ്ഞതുപോലെ അവരുടെ കയ്യിൽ അവർക്ക് അർഹതയുള്ള രേഖകളെല്ലാം ഉണ്ടെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്? ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ സ്കൂളുകളിൽ ലഭ്യമാണ്. സ്കൂളിൽ കുട്ടിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, ഒരു സ്ക്രൈബിനെ പരീക്ഷാ സമയത്ത് വെക്കുന്നതിനുള്ള അവകാശമാണ്. ഈ സ്ക്രൈബിനെ വെക്കുമ്പോൾ കുട്ടി ഏത് ക്ലാസ്സിലേക്കുള്ള പരീക്ഷയാണോ എഴുതേണ്ടത് അതിൻ്റെ തൊട്ട് താഴത്തെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ആളായിരിക്കണം നമ്മുടെ സ്ക്രൈബ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിക്ക് 9ാം ക്ലാസ് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ള ഒരാളെ സ്ക്രൈബായിട്ട് നിയമിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് പഠന പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കാൻ അർഹരായിട്ടുള്ളവരാണ്. മൂന്നാമതായിട്ട് അവർക്ക് ലഭിക്കുന്നത് ലാംഗ്വേജ് എക്സംഷൻ ആണ്. അപ്പോൾ ലാംഗ്വേജ് എക്സംഷൻ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അവർ ഒഴിവാക്കുകയും അതിന് പകരമായിട്ട് ഏതെങ്കിലും ഒരു വിഷയം ആ വിഷയം എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ ആവാം, പെയിന്റിങ്, ഡ്രോയിങ്, കുക്കിംഗ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയം അവരെടുത്ത് പഠിക്കേണ്ടതാണ്. ഒപ്പം ഇവർക്ക് സ്കൂളുകളിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ സേവനം ലഭ്യമാണ്. ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന്റെ സേവനത്തിൽ ഈ കുട്ടികൾക്ക് പഠിത്തത്തിൽ എന്താണോ ബുദ്ധിമുട്ടുള്ളത്, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് മാം ഓൾറെഡി വിശദീകരിച്ചു തന്നു. അപ്പോൾ ഈ സേവനങ്ങളെല്ലാം കുട്ടികൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. പരീക്ഷാ സമയത്ത് നമ്മുടെ പഠനപരിമിതിയുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ടൈമിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ടൈമിംഗ് എന്ന് പറയുമ്പം ഓരോ 1 മണിക്കൂറിനും 20 മിനിറ്റ് അവർക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പം മൊത്തം എത്ര ഡ്യൂറേഷനാണോ എക്സാമിനുള്ളത് അതിനകത്ത് ഓരോ മണിക്കൂറിനും 20 മിനിറ്റ് കൂടുതലായിട്ട് പഠന പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പഠന പരിമിതിയുള്ള കുട്ടികളെ സമൂഹത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ചെയ്യാമെന്ന് സോഷ്യൽ വർക്കർ എന്ന നിലയിൽ മാമിന് ഒന്ന് വിശദീകരിക്കാമോ? പഠന പരിമിതിയുള്ള കുട്ടികൾക്ക് നമ്മുടെ സാധാരണ കുട്ടികളെ പോലെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സമർത്ഥരായി പെരുമാറുവാൻ സാധിക്കും. എക്സെപ്റ്റ് പഠിത്തം എന്നൊരു മേഖലയിൽ മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. അപ്പം ഈ പഠന ബുദ്ധിമുട്ട് എന്താണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ കുട്ടി കൂടുതൽ സമയം എപ്പോഴും ചെലവഴിക്കുന്നത് നമ്മുടെ രക്ഷകർത്താക്കളുടെ കൂടെയോ കുടുംബാംഗങ്ങളുടെ കൂടെയോ ആവാം. അപ്പോൾ ഈ രക്ഷകർത്താക്കളാവട്ടെ കുടുംബാംഗങ്ങളാവട്ടെ ഈ കുട്ടി സാധാരണ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എന്നാൽ പഠിത്തത്തിൽ പിന്നോട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ കുട്ടിയുടെ മടി കാരണമോ അല്ലെങ്കിൽ കുട്ടിയുടെ അലസത കാരണമോ ആണെന്ന് തെറ്റിദ്ധരിക്കുകയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അപ്പോൾ പഠിത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ നാട്ടിലുണ്ടെന്നും കുട്ടിയെ നേരത്തെ തന്നെ ഒരു വിദഗ്ധരുടെ അടുത്ത് കൊണ്ടുപോയി വേണ്ട ടെസ്റ്റിങ്ങും ഇന്റർവെൻഷനും കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പഠന പരിമിതി എന്നൊരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് കുട്ടി പഠിത്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളുകളിലാണ്. സോ സ്കൂളുകളിൽ നമ്മുടെ അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും എന്താണ് പഠനവൈകല്യം എന്നുള്ളതും പഠനവൈകല്യമുള്ളൊരു കുട്ടികളെ എങ്ങനെയൊക്കെ നമുക്ക് മുഖ്യധാരയിൽ എത്തിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചും ഒരു അവബോധം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം കുട്ടിയോടൊപ്പം കൂടുതൽ സമയം ഇടപഴകുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പ്, കുട്ടിയുടെ സഹപാഠികളാവട്ടെ വേറെ ക്ലാസ്സിലുള്ള കുട്ടികളാവട്ടെ അവരൊക്കെ തന്നെയും കുട്ടി പഠിക്കാത്തവനല്ല, ഇവന്റെ ബുദ്ധിമുട്ടുകൾ, അതായത് പഠനവൈകല്യമുള്ളൊരു കുട്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് അവരിലും ഒരു ധാരണയുണ്ടെങ്കിൽ കുട്ടി അനുഭവിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ പറയുന്ന സമൂഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തികളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. പഠനവൈകല്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും അവരെ ഒരു സാധാരണ കുട്ടിയായി കണക്കാക്കുകയും എല്ലാ കാര്യങ്ങളെയും അവരെയും ഇൻക്ലൂഡ് ചെയ്ത് സാധാരണ കുട്ടികളെ പോലെ കൊണ്ടുപോകുക എന്നുള്ളത് സമൂഹത്തിൽ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ സെഷനിൽ
പഠന പരിമിതിയുടെ പരിഹാര മാർഗങ്ങളും അതോടൊപ്പം അവർക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടു. ഇന്നത്തെ ഈ സെഷനിൽ നമ്മോടൊപ്പം നമ്മുടെ ചോദ്യങ്ങൾക്ക് വളരെ നന്നായി മറുപടി പറഞ്ഞ എല്ലാ വിദഗ്ധർക്കും വളരെയധികം നന്ദി. കഴിഞ്ഞ പാർട്ടിസിപ്പൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. ചോദ്യങ്ങളുള്ള പാർട്ടിസിപ്പൻസ് ഓരോരുത്തരായി അൺമ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ പാനൽ മെമ്പേഴ്സ് ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ വീണ്ടും ഒരു ചോദ്യാവലി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പാർട്ടിസിപ്പൻസും ഫില്ല് ചെയ്യേണ്ടതാണ്. ഗുഡ് മോർണിംഗ് മാഡം. എന്റെ മോക്ക് 6 വയസ്സായി. അപ്പൊ മോള് പഠിക്കുന്നത് എഴുതുന്നുണ്ട്, പക്ഷെ വായിക്കാനൊന്നും ആളെന്നിട്ട് നമ്മളിപ്പോ എത്ര നമ്മൾ ശ്രമിച്ചാലും വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമോ? ജുമിൻ മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരുന്നു മാം? ഒന്നും കൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ മാം? ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു, ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? മോക്ക് 6 വയസ്സുണ്ട്, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോ ആള് എഴുതിക്കുമ്പോ കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പിന്നും റിപ്പീറ്റഡ് ആയിട്ട് പിന്നീട് ഒന്നുകൂടി അത് നമ്മൾ ഓരോ വാക്കുകൾ എഴുതിപ്പിക്കുമ്പോഴും ആള് അത് പക്ഷെ മറന്നു പോകുന്നത് പോലെ, അതുപോലെ നമ്മളിപ്പോ വായിപ്പിക്കുമ്പോഴാണെങ്കിലും ക്ലിയർ വായിക്കാനൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഉണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് ഇത് എന്തെങ്കിലും ഒരു ഇതുണ്ടാകുമോ എന്ന് അറിയാനായിട്ടായിരുന്നു. കുട്ടി ഏത് ക്ലാസ്സിലാണ് മാം പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ. നമുക്കൊരു അതായത് പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ മറന്നു പോകുന്നു എന്നുള്ളതാണ് മാം പറയുന്നത് അല്ലേ? ഇപ്പൊ ഒരു മാത്സ് ആണെങ്കിലും നമ്മളിപ്പോ ഈ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ അതൊക്കെ അവർക്ക് ഇപ്പൊ പഠിക്കാനുണ്ട്. അപ്പൊ അത് തന്നെ ആണെങ്കിലും അതങ്ങോട്ട് ഗ്രാസ്പ് ചെയ്ത് എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പ്രിലിമിനറി അസസ്മെന്റ് ആവശ്യമുണ്ട്. അത് പഠന പ്രശ്നം തന്നെ ആവണം നിർബന്ധമില്ല, എന്നാലും ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് പഠന പ്രശ്നങ്ങൾ വരാമല്ലോ. അപ്പം എന്താണ് കുട്ടിക്ക് ബ്ലോക്കിംഗ് ആയിട്ടുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഒരു അസസ്മെന്റ് നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ കുട്ടിയെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ബുദ്ധിയുടെ അസസ്മെന്റ് ഒക്കെ നോക്കിയിട്ട് മറ്റേ ഏരിയാസും ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ആവശ്യമാണെങ്കിലായിരിക്കും ബാക്കി അസസ്മെന്റിലോട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു കൺസൾട്ടേഷൻ കുട്ടിക്ക് ആവശ്യമുണ്ട്, എന്നാലേ നമുക്കിത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത്. ഓക്കെ മാം, താങ്ക് യു. ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ടൈപ്പ് 1 പ്രമേഹം പോലെ കുട്ടികളിലെ സാംക്രമികേതര രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണന നിലവിൽ ലഭ്യമാണോ? രജിത മാം ഒന്ന് ആൻസർ ചെയ്യാമോ? ടൈപ്പ് 1 പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ കുറിച്ച് നമ്മുടെ RPWD ആക്ടിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മിഠായി എന്ന് പറഞ്ഞിട്ടൊരു കോംപ്രഹെൻസീവ് പ്രോഗ്രാം നിലവിലുണ്ട്. അതിനകത്ത് 18 വയസ്സിന് താഴെയുള്ള ടൈപ്പ് 1 പ്രമേഹമുള്ള എല്ലാ കുട്ടികളുടെയും പേര് രജിസ്റ്റർ ചെയ്യുകയും ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പും അവർക്ക് വേണ്ട മെഡിക്കേഷൻസും തെറപ്പിയും എല്ലാം ഈ പ്രോജക്റ്റ് വഴി ലഭ്യമാകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ KSSM-ഉമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പൂജപ്പുര അവരുടെ ഓഫീസുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. ഇതിന് അനുബന്ധിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അവർക്ക് പഠന പരിമിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോന്ന്. അത് എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി ജുമിൻ മാമിന് ആൻസർ പറയാൻ സാധിക്കും. പ്രമേഹം ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് നമുക്ക് പഠന പ്രശ്നങ്ങൾ പറയാൻ പറ്റില്ല. അത് ജനറൽ ആയിട്ട് ചോദിച്ചതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഓരോ കുട്ടികളുടെയും ഇതനുസരിച്ച്
നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിനെപ്പറ്റി നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രമേഹത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് പഠന പ്രശ്നത്തിലൂടെ ലീഡ് ചെയ്യണം നിർബന്ധമില്ല. കാരണം ആ ബുദ്ധിമുട്ടുണ്ടായിട്ടും നല്ല രീതിയിൽ പഠിച്ചു മുമ്പോട്ട് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോ പഠന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാം, എനിക്കൊന്ന് ഇടപെടാൻ പറ്റുമോ? അതെ, ചോദിച്ചോളൂ. അതെ, ഈ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ കാര്യം പറഞ്ഞതാണേ. ഞാനൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. അത് സ്കൂളുകളിൽ ടൈപ്പ് 1 ഡയബറ്റീസ് അഥവാ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്ന കുട്ടികൾ ഇപ്പോൾ ധാരാളം അഡ്മിഷൻ എടുക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് റൂം, അവർക്ക് ഇൻസുലിൻ തെറാപ്പി ഒക്കെ ചെയ്യുന്നതിനായിട്ട്, നല്ലവണ്ണം വെള്ളം കുടിക്കുന്നതിനായിട്ടൊക്കെ ഉള്ള റിലാക്സേഷൻ റൂമുകൾ അനുവദിക്കേണ്ടതാണ്. അതിന്റെയൊക്കെ ഒരു ഓർഡർ ഉണ്ട്. പിന്നെ പരീക്ഷയ്ക്കായാലും അവർക്ക് അധിക സമയം അനുവദിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഈ ജുവനൈൽ ഡയബറ്റീസ് കാരണം ചില കുട്ടികൾക്കെങ്കിലും കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ നോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ലാർജ് പ്രിന്റ് ബുക്കുകൾ ആവശ്യമെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഷാര മാം. ഷാര മാം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. അപ്പം മാമിനോടും ചോദ്യങ്ങളുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പാർട്ടിസിപ്പൻസിന് ചോദിക്കാവുന്നതാണ്. മാം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ മാം. ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് ഫിക്സ് എടുക്കാൻ വരുന്ന കുട്ടിയാണ്. കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുറച്ച് സ്ലോ ആണ്. അപ്പൊ അതും ഇതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരുന്നത് ഒരു പ്രോബ്ലം ആണോ? അഞ്ജന മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ടിക്സ് കുട്ടികളുടെ പഠനവുമായി, അതായത് റീഡിംഗ് സ്കിൽസിൽ അവരുടെ സ്പീച്ചിൽ പ്രോബ്ലംസ് വരുവാണെങ്കിൽ മേ ബി ഒരു ഇഷ്യൂസ് ഉണ്ടാവാം. അതല്ലാതെ ഹാൻഡ് റൈറ്റിംഗിൽ ഇഷ്യൂസ് എന്തെങ്കിലും മുൻ കാണിക്കുന്നുണ്ടോ? ഹാൻഡ് റൈറ്റിംഗിൽ ഇഷ്യൂസ് ഇല്ല, കൂടുതലും വരയ്ക്കാനൊക്കെയാണ് താല്പര്യം. അപ്പം അത് കാരണമായിട്ട് നമുക്കൊരു പഠന പരിമിതി ഉണ്ടാകും എന്ന് നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. പഠനത്തിൽ ചിലപ്പം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പക്ഷെ നമുക്ക് അതൊരു പഠന പരിമിതി എന്ന് ലേബൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കില്ല. നമ്മളിപ്പോ ഈ ഫിക്സ് വരുന്ന കുട്ടീനെ നമ്മള് ഇതുപോലെയുള്ള IQ ടെസ്റ്റിന് അങ്ങനെ എന്തിനെങ്കിലും നമ്മൾ വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു ഡൗട്ട് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പഠനത്തിൽ ചിലപ്പം ഓർമ്മ നിൽക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെന്നെങ്കിൽ, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് IQ വാല്യുവേഷൻ ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുകൾ ഓരോ കുട്ടിക്കും ജനറലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഈ ഒരു രീതിയിൽ ഓർമ്മക്കുറവോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമാണ്. ഓക്കെ മാം. ഹലോ, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. മാം, എൻ്റെ മോന് 5 വയസ്സ് 4 മാസമായി. ഇപ്പോൾ ട്വിൻസ് ആണ് അവര്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അതിൽ പെൺകുട്ടി എല്ലാം ഓക്കെയാണ്, അവള് പഠിക്കാനായാലും ബാക്കിയുള്ള കാര്യത്തിലെല്ലാം ഓക്കെയാണ്. പക്ഷെ മോനാണെങ്കിൽ ഓറലി എല്ലാം ഓക്കെയാണ്, അവന് എല്ലാ കാര്യങ്ങളും അറിയാം, പറയാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അവൻ എഴുതത്തില്ല, പെൻസിൽ ഉപയോഗിച്ച് എഴുതത്തില്ല. ഇപ്പൊ ഞാനൊന്ന് വീട്ടില് ഈ വെക്കേഷനൊക്കെ ഇരുന്നൊന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പെൻസിൽ പിടിച്ചൊരു വെറുതെ ഒരു അങ്ങനെ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇവനെ നിഷിൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 6 മാസം മുമ്പേ ഒക്കുപേഷൻ തെറാപ്പിക്ക് കൊണ്ടുവന്നു. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ ഇവനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് എനിക്കൊരു ഉപദേശം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് നിഷിലോട്ട് വന്നിട്ട് അടുത്ത എന്ത് രീതിയിൽ ഇവനെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. സ്കൂളിൽ പോയിട്ട് വീണ്ടും 1 വർഷം കൂടെ LKGയിലിട്ട് റിപ്പീറ്റ് ചെയ്യാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് ഏജ് 5.4 ആയതുകൊണ്ട് വേണ്ട, UKG തന്നെ ഇരിക്കട്ടെ, ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് ടീച്ചേഴ്സും കൂടെ ശ്രദ്ധിച്ചോളാം എന്ന് പറയണുണ്ട്.
ഞങ്ങളുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ സപ്പോർട്ട് വേണം. പിന്നെ അവരെ നിഷിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടിയെ നമുക്ക് എഴുതി ഒന്ന് അവനെ ക്ലിയർ ചെയ്യാനായിട്ട് ഞാൻ എന്താണ് അടുത്ത് ചെയ്യാനുള്ളൊരു ഉപദേശം തന്നാൽ കൊള്ളാം. നമ്മുടെ ഓക്യുപ്പേഷൻ തെറപ്പിസ്റ്റ് റെയ്സ മാം നമ്മോടൊപ്പം ഉണ്ട്. മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? മാം, നിങ്ങൾ കുട്ടീനെ നിഷിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അസസ്മെന്റ് എടുത്ത് നോക്കാം. അസസ്മെന്റ് എടുത്തിട്ട് ഇപ്പോ എന്താണ് അവന്റെ മോട്ടോർ സ്കിൽസ് എങ്ങനെയുണ്ട്, അവന് വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമ്മുടെ സെൻസറി പ്രോസസ്സിങ് എങ്ങനെയുണ്ട്, കോർഡിനേഷൻ, അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ്, അതായത് നമ്മൾ ജോയിന്റ് സെൻസിനൽ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും ഓക്യുപേഷണൽ തെറപ്പിയിൽ. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൈറ്റിങ്ങിനുള്ള ഫൈൻ മോട്ടോർ സ്കിൽസ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ്, റൈറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ മോന് കുറച്ചും കൂടെ റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ട് അസസ്മെന്റ് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും. മാം ശ്രദ്ധ പറയൂ മാം. ഓക്കെ മാം, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നത്തേക്ക് വരണം, എന്ന് ദിവസം അത് പിന്നെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതിയോ ഈ മുകളിലെ നമ്പറിൽ? ഇവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് OT അപ്പോയിന്റ്മെന്റ് എടുത്താൽ അവര് സമയം പറയും. സോ ഇവിടെ ഉള്ള ക്ലിനീഷ്യൻ എന്തായാലും ഒരു അസസ്മെന്റ് എടുക്കും. മാം എപ്പോഴാണ് മാമിന് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാല് സമയം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള അപ്പോയിന്റ്മെന്റ് ടൈമിങ് നോക്കിയിട്ട് തരും. ഇവിടെ ഡെയിലി ക്ലിനീഷ്യൻസ് ഉണ്ട്. സോ ഓക്കെ മാം, അപ്പൊ ഞാൻ ആദ്യം ഇവനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എന്തെങ്കിലും വേണോ അതോ ഞാൻ പുതിയതായിട്ട് വന്ന് അവിടെ ക്ലിയർ ചെയ്യട്ടാ? അല്ല, ആദ്യം കാണിച്ചിട്ടുള്ള എന്തെങ്കിലും റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ കയ്യിൽ കൊണ്ടുവരാം. അതേപോലെ തന്നെ കാർഡ് ഓൾറെഡി എടുത്തതൊക്കെ ഉണ്ടെങ്കിൽ, ഫയൽ നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അതൊക്കെ ആയിട്ട് വന്നാൽ മതി. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ റെയ്സ മാമിനോട് ചോദിച്ചിട്ടുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? മാം ഒന്ന് ആൻസർ ചെയ്യാമോ? ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാൻ എത്ര വയസ്സുണ്ട് മാം? ഒന്ന് പറയാമോ? കുട്ടിക്ക് എത്ര വയസ്സുണ്ട്? ജെസ്സി എന്ന് പറയുന്ന പാർട്ടിസിപ്പന്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുമോ? കുട്ടീനെ കുറിച്ച് ഡീറ്റെയിൽസും കൂടെ അറിയാൻ പറ്റുമോ? ഓക്കെ. സോ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാന്ന് പറയുന്നു. അപ്പം ഏജ് എത്രയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് അറിയണം. സോ പിന്നെ മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നോ, പിന്നെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഡെവലപ്മെന്റൽ ഡിലേ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഫർദർ ആയിട്ടുള്ള മോട്ടോർ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ശ്രദ്ധയ്ക്കുള്ള ആക്ടിവിറ്റീസും നമുക്ക് കുറച്ച് കൊടുക്കണം. സോ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലി ഒന്ന് പാറ്റേൺ റൈറ്റിംഗ് പോലെ കൊടുത്തിട്ട് ജസ്റ്റ് ഹാൻഡ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് ഒരു അസസ്മെന്റ് എന്തായാലും വേണ്ടി വരും. സോ വയസ്സും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. സോ അതിനനുസരിച്ച് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. എന്താണ് കുട്ടിക്ക് ശരിക്കുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് പിന്നെ ഇംപ്രൂവ് ചെയ്യാം. താങ്ക് യു റെയ്സ മാം. മറ്റൊരു ചോദ്യം ചാറ്റ് ബോക്സിലുള്ളത്, ഇപ്പോൾ 10ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർവെൻഷൻ സാധ്യമാണോ? കലാകായികങ്ങളിലും സൗഹൃദം ഉണ്ടാക്കുന്നതിലും സജീവമായിട്ടുള്ള ഈ കുട്ടി പഠനത്തിൽ വളരെ പിന്നോട്ട് നിൽക്കുന്നു. ജുമിൻ മാം ആൻസർ ചെയ്യാൻ സാധിക്കുമോ? 10ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നിലവാരം നോക്കേണ്ടി വരും. പിന്നെ 10ൽ വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു വലിയ ഗ്യാപ്പ് ഫില്ലിംഗ് ഒരു ചലഞ്ചാണ്. അവർക്ക് കുറച്ച് അക്കോമഡേറ്റീവ് ആയിട്ട്, അതായത് കണ്ടന്റ്സ് കുറച്ച് കൊടുക്കുക, എളുപ്പത്തിൽ പോയിന്റുകൾ മാത്രം പഠിക്കുക, അങ്ങനെയുള്ള സ്ട്രാറ്റജി മാനേജ്മെന്റ് ആയിരിക്കും നമുക്ക് കൂടുതൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. മറ്റേത് പാരലലി നമുക്ക് റീഡിങ് റൈറ്റിംഗ് ഒക്കെ വർക്ക് ചെയ്യാം. പക്ഷെ പ്രോഗ്രസ് എന്ന് പറയുന്നത് കുട്ടിയുടെ നിലവാരം അനുസരിച്ചായിരിക്കും ഉള്ളത്. ഓക്കെ മാം. അടുത്തൊരു ചോദ്യം അഞ്ജന മാമിനോടാണ്. ഈസ് ദെയർ എ സ്റ്റേറ്റ് ഓഫ് ലാംഗ്വേജ് കൺഫ്യൂഷൻ ഇൻ ചിൽഡ്രൻ ഓർ ഇസ് ഇറ്റ് എ റോങ് മിസ്കൺസെപ്ഷൻ ഫോർ സ്പീച്ച് ഡിലേ?
അഞ്ജന മാം. എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കത് കറക്റ്റ് മനസ്സിലായില്ല, എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത്. ഒന്ന് അഖില SA ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറയാം. കേസ് എനിക്ക് അറിയുന്ന ഒരു കേസാണ്. അത് വെച്ചിട്ട് കുട്ടി 4 വയസ്സാണ്, സൗത്ത് കൊറിയയിലാണുള്ളത്. അപ്പോൾ അവിടെ ഇംഗ്ലീഷും കൊറിയനും ആണ് ലാംഗ്വേജ്. അപ്പൊ അത് സഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഓൾറെഡി നിഷിൽ വന്നപ്പോൾ ചെറിയൊരു സ്പീച്ച് ഡിലേ ഉണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ അവരുടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് പറയുന്നത് വെച്ചാൽ ഈ മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ഉള്ളത് കൊണ്ട് അതൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്, ഡിലേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അത് റിയാലിറ്റി ആണോ, ശരിക്കും സ്പീച്ച് ഡിലേ തന്നെയാണോ, അതോ ഈ പല ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അതിന് സംസാരിക്കാൻ പറ്റാത്തയാണോ, അത് അറിയേണ്ടത്. ഓക്കെ മനസ്സിലായി. ഇപ്പം നേരത്തെ നിഷിൽ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് നേരത്തെ അവരിവിടെ ഉണ്ടായിരുന്ന സമയത്താണോ അതോ അവിടെ പോയി പിന്നെ ലാംഗ്വേജ് അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ടൈമിൽ, അത് ചെറിയ ഏജിലാണ്, അതൊരു 2 വയസ്സൊക്കെ ആയ സമയത്താണ്. അപ്പൊ ചെറിയൊരു ഡിലേ കാണിക്കുന്നുണ്ട്, വേറെ ഓട്ടിസ്റ്റിക് ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് നിഷീന്ന് പറഞ്ഞത്. പക്ഷെ അവര് പോയിട്ട് അവിടെ കിൻഡർ ഗാർഡനിൽ, അവിടെ മെയിൻ ആയിട്ട് കൊറിയനാണ്, ഇംഗ്ലീഷ് അത്ര ഇതല്ല അവിടെ. അപ്പൊ കുട്ടി ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, ഈ കൊറിയൻ ഇംഗ്ലീഷ് തമ്മിൽ മിക്സ് ആണ് സംസാരിക്കുന്നത്, നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊരു ബൈലിംഗ്വൽ സിറ്റുവേഷൻ എന്ന് പറയാം. ബൈലിംഗ്വൽ അല്ല, ഒരു മൾട്ടിലിംഗ്വൽ സിറ്റുവേഷൻ ആണ്. സാധാരണയായി നമ്മൾ പറയും ലാംഗ്വേജ്, മൾട്ടിപ്പിൾ ലാംഗ്വേജ് എക്സ്പോഷർ കുട്ടികൾക്ക് നല്ലതാണ് എന്നാണ് പൊതുവേ ഉള്ള ഒരു ഒപ്പീനിയൻ. പക്ഷെ ഓൾറെഡി ഈ കുട്ടിക്ക് ഒരു സ്പീച്ച് ഡിലേ ഉള്ളത് കൊണ്ട് ലാംഗ്വേജ് ലേണിംഗ് ഓൾറെഡി ഡിലേഡ് ആണ്. ആ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഈ മൾട്ടിപ്പിൾ ലാംഗ്വേജ് എക്സ്പോഷർ കുറച്ചും കൂടെ കുട്ടിയെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലോട്ട് മാറ്റാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ടുള്ളത്. ഓൾറെഡി ഡിലേ ഉള്ള കുട്ടികൾക്ക് ആ ഒരു മൾട്ടിപ്പിൾ എക്സ്പോഷർ വരുമ്പം കൺഫ്യൂഷൻസിന്റെ ചാൻസസ് കൂടുതലാണ്. അപ്പം അത് ഈ കുട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ കൊറിയൻ അല്ലെങ്കിൽ വേറെ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഏതാണ് ആ കുട്ടി കൂടുതലായിട്ട് വീട്ടിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പോഷർ വരുന്ന ആ ഒരു ലാംഗ്വേജ്, ഇപ്പം കൊറിയൻ ആണ് സ്കൂളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസിന് പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിലും അത് തന്നെ യൂസ് ചെയ്യുക. പ്രാക്ടിക്കലി ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഉണ്ട്, പക്ഷെ ഒരു ലാംഗ്വേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും ഈ കുട്ടിയുടെ സിറ്റുവേഷനിൽ നല്ലത് എന്നാണ് എന്റെ ഒപ്പീനിയൻ. മാം, ഒരു ഡൗട്ട് കൂടെ, അവര് റീലൊക്കേറ്റ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട് തിരിച്ച് ഇന്ത്യയിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലാംഗ്വേജ് ഫോക്കസ് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? അത് എത്രത്തോളം എഫിഷ്യന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ? അങ്ങനെ റീലൊക്കേറ്റ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു ലാംഗ്വേജിൽ ട്രെയിനിങ്, ഈവൻ ഇന്റർവെൻഷൻ ട്രെയിനിങ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇന്റർവെൻഷനും അതുപോലെ തന്നെ വീട്ടിലുള്ള ലാംഗ്വേജ്, സ്കൂളിലുള്ള ലാംഗ്വേജ്, അത് ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഒരു ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി വന്നതിന് ശേഷം അടുത്ത ലാംഗ്വേജ് എക്സ്പോഷർ വരുന്നതായിരിക്കും നല്ലത്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ ഉള്ളത്, അഡൾട്ട്സിന് ഇത് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ പോസിബിൾ ആണോ എന്നാണ്. ജുമിൻ മാം ഒന്ന് ആൻസർ ചെയ്യാമോ? അഡൾട്ട് സിറ്റുവേഷനിൽ നമ്മൾ കൂടുതൽ അങ്ങനെ ഇന്റർവെൻഷൻ രീതിയിലേക്ക് പോവാറില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്റ്റേജിൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാനാണ് നമുക്ക് ഈ റീഡിങ് റൈറ്റിംഗ് സ്കില്ലുകളൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അവരുടെ ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് അവർക്ക് എന്തൊക്കെ എളുപ്പ രീതികൾ, അക്കോമഡേറ്റീവ് സ്ട്രാറ്റജീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ലാത്ത ഒരു കുട്ടിയെ പെട്ടെന്ന് നമുക്ക് അഡൾട്ട് സ്റ്റേജിൽ വരുമ്പം ട്രെയിനിങ്ങിലൂടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പൊ കൂടുതലും എന്താണ് അയാളുടെ സ്റ്റേജ്, ജോലിയിലുള്ള ആളാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാൻ വേറെ എന്തെങ്കിലും പ്രാക്ടിക്കൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാമോ, എന്തെങ്കിലും ആപ്പ് പോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെയുള്ള രീതിയിൽ പ്രാക്ടിക്കൽ സൈഡ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അഡൾട്ട് എന്നുള്ള സ്റ്റേജിൽ വരുമ്പോൾ. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോടാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിന്റെ അന്തരീക്ഷം നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ്. ഷാര മാം ഓൺലൈൻ ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഇപ്പം ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. ബോർഡർ ലൈൻ ഇന്റലിജൻസും ലേണിംഗ് ഡിസബിലിറ്റിയും വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ജനറൽ സ്ട്രീമിൽ നിൽക്കുന്നത്. ഇപ്പൊ 10ാം ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ധാരാളം കുട്ടികൾ ബോർഡർ ലൈൻ ഇന്റലിജൻസ് അല്ലെങ്കിൽ പഠന പിന്നോക്കാവസ്ഥ കാണപ്പെടുന്നു. അതിനെയും ഇപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ ഒരു തെറ്റായ രീതിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ 3 മേഖലകളിൽ ഉള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കണക്ക് എന്നിവയിലുള്ള ബുദ്ധിമുട്ടാണ്. ഇത് ക്ലാസ് റൂമുകളിൽ തന്നെയാണ് ഈ കുട്ടികൾ ഇരിക്കേണ്ടത്.
അതായത് അവർക്ക് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ അതാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അത് 1-1.5 മണിക്കൂർ ഈ കുട്ടികളുടെ ഏതിലാണോ ബുദ്ധിമുട്ട് അതിനനുസരിച്ച് ഒരു 1-1.5 മണിക്കൂർ മാറ്റിയിരുത്തി അവരുടെ ലെവലിലേക്ക് വരുന്നു. അല്ലാതെ ഇവര് നോർമൽ കുട്ടികളുമായിട്ട് മെയിൻ സ്ട്രീമിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. ആ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് സ്പെഷ്യൽ ഒരു ചെറിയ അറ്റൻഷൻ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നു. അതാണ് ഇപ്പൊ നടന്നു വരുന്നത്. അല്ലാതെ ഇവരെ മാറ്റിയിരുത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇവര് ബാക്കിയുള്ള എല്ലാ മേഖലകളിലും നല്ല കുട്ടികളാണ്. അപ്പൊ അവര് നോർമൽ കുട്ടികളുമായിട്ട് കൂടുതൽ കോപ്പറേറ്റ് ചെയ്തും സഹകരിച്ചും ഒക്കെ തന്നെയാണ് ഇവരുടെ കോമോർബിഡിറ്റി എന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്നത്. ഇതിലുപരി ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് പാരന്റ്സ് തന്നെയാണ്. പാരന്റ്സിനെ പോലെ ഒരു നല്ല തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടാവില്ല. അപ്പൊ പാരന്റ്സ് എത്രമാത്രം എഫേർട്ട് എടുക്കുന്നു അത്രമാത്രം നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും എല്ലാ ക്യൂറും ആകും എന്ന് പറയുന്നില്ല, എങ്കിലും അവര് ഒരുവിധം മറ്റു കുട്ടികളോടൊപ്പം വരാനും പഠിക്കാനും ഒക്കെ ശക്തരാകുന്നു, എംപവർ ആകുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീമില് ക്ലാസ്സുകളിൽ തന്നെയാണ് ഇവരിയ്ക്കേണ്ടത്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അടുത്തൊരു ചോദ്യം, 3 വയസ്സുള്ള ഒരു കുഞ്ഞില് ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. ജുമൻ മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? 3 വയസ്സിൽ നമ്മൾ ആ ഒരു പഠന പ്രശ്നം എന്നുള്ള രീതിയിൽ ഒരു ഡയഗ്നോസ്റ്റിക് ലെവലിലേക്ക് നമ്മൾ പോകത്തില്ല. എന്നാലും എന്തെങ്കിലും ഇഷ്യൂസ് അവർ വരയ്ക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കൺഫ്യൂഷനോ അല്ലെങ്കിൽ കളർ പഠിക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മുമ്പോട്ട് പോകുമ്പം അവർക്ക് നമ്മൾ എക്സ്പോഷർ കൊടുത്തിട്ടും ക്ലാസ്സിൽ പോകുമ്പോഴത്തേനും ആൽഫബറ്റ്സും നമ്പേഴ്സും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചിട്ടും അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. ആ ഒരു മുമ്പോട്ട് വരുമ്പോൾ 4 വയസ്സ് 5 വയസ്സിലോട്ടൊക്കെ എത്തുമ്പോൾ ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക. ഇഷ്യൂസ് നിലനിൽക്കുവാണെങ്കിലാണ് നമ്മൾ ഇവാലുവേഷനിലേക്ക് പോകുന്നത്. പൊതുവെ നമ്മൾ പഠന പ്രശ്നത്തിന്റെ അസസ്മെന്റ് ഒരു 5 വയസ്സെങ്കിലും ആയ കുട്ടിക്ക്, അതായത് ഒരു ക്ലാസ് ലെവലെങ്കിലും ഒരു ക്ലാസ് എക്സ്പോഷർ കിട്ടിയിട്ടുള്ള കുട്ടി പഠിത്തത്തിന്റെ പ്രശ്നം കാണിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊരു സംശയം തോന്നുന്നത്. അപ്പൊ ആ ലെവലിലായിരിക്കും നമ്മൾ അസസ്മെന്റിലോട്ട് പോകുന്നത്. മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നോട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അതൊരു പഠന പ്രശ്നം എന്നുള്ള രീതിയിലല്ല, മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നോട്ട് ചെയ്തിട്ട് അതിനു വേണ്ട മാനേജ്മെന്റ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. കുട്ടിയെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ പഠന പ്രശ്നത്തിന്റെ ഒരു ഇവാലുവേഷനിലേക്ക് പോകേണ്ടത്. ഓക്കെ മാം. അടുത്തൊരു ചോദ്യം റൈസ മാമിനോടാണ്. 5ൽ പഠിക്കുന്ന കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് പ്രോപ്പർ അല്ല, സെന്റൻസ് പറയുന്നത് കേട്ട് എഴുതുന്നില്ല, പഠിച്ചത് ഓർത്തു വെച്ച് എക്സാമിന് എഴുതുന്നില്ല, ഇത് പഠന വൈകല്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 5 വയസ്സ് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് ബാക്കിയുള്ള മോട്ടോർ ആക്ടിവിറ്റീസ് എല്ലാം വന്നിട്ട് ഓക്കെ ആണോ നോക്കണം. ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് ഈ കോർഡിനേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഓരോ മസിൽസിനോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ എന്തെങ്കിലും ഒരു കോർഡിനേഷൻ പ്രോബ്ലം വരുന്ന സമയത്ത് അത് ഹാൻഡ് റൈറ്റിങ്ങിനും ബാധിക്കാം. അല്ലാതെ അതല്ലെങ്കിൽ കുട്ടിയുടെ ശ്രദ്ധ എങ്ങനെയാണെന്ന് നോക്കണം. ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളാണോ, എല്ലാ കാര്യങ്ങളും വന്നിട്ട് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആയാലും കറക്റ്റായിട്ട് എല്ലാം ചെയ്യുന്ന ആളാണോ നോക്കണം. സോ അതിനനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ മെല്ലെ റൈറ്റിങ്ങിലേക്ക് പോകണം. സോ റൈറ്റിംഗ് സെന്റൻസ് പറയുന്ന കേട്ട് എഴുതുന്നില്ലെങ്കിൽ കുട്ടിക്ക് അത് എടുക്കാനുള്ള കോംപ്രിഹെൻഷൻ, അതായത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, അത് എടുത്ത് ആ സീക്വൻസിങ് ആയാലും ശരി അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കുട്ടി അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സോ അതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം. സോ അത് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അസസ്മെന്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. സോ അതല്ലാതെ സെന്റൻസ് മനസ്സിലാക്കി ചിലപ്പോ ടി പറയുമ്പോഴോ അല്ലെങ്കിൽ പി പറയുമ്പോഴോ കുട്ടിക്ക് ചിലപ്പം സൗണ്ട്സ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ അതും എഴുത്തില് ബാധിക്കാം. സോ അതായിരിക്കും മെയിൻ റീസൺ. സോ അതൊന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ അത് വായിക്കുമ്പോഴോ അല്ലെ എഴുതുമ്പോഴോ ആ ഒരു ഓഡിറ്ററി മെമ്മറി എന്ന് പറയുന്ന ഒരു ഇഷ്യൂ, സോ അത് നമ്മൾ നോക്കണം. സോ അത് കുട്ടിക്ക് ഓക്കെ ആണോ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിക്കാൻ. ഓക്കെ മാം. അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും റൈറ്റിംഗ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നും
ഒരു 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ജനറൽ ആയിട്ട് ഒരു ആൻസർ ചെയ്യാൻ സാധിക്കുമോ റൈസ മാം? ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യുന്നത് കുട്ടിക്ക് ആദ്യം റീഡിംഗ് മനസ്സിലാവുന്നുണ്ടോ, ഓരോ കാര്യങ്ങൾ ലെറ്റേഴ്സ് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. സോ ആദ്യം ലെറ്റർ ഇനീഷ്യലി എഴുതിപ്പിച്ചിട്ട് ഫോണിക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ മെല്ലെ ഹാൻഡ് റൈറ്റിങ്ങിലേക്ക് ട്രെയിനിങ് കൊടുത്ത് ചെയ്യിപ്പിക്കണം. സോ സെന്റൻസ് പറയുന്നത് കേട്ട് എഴുതുന്നില്ല എന്ന് പറയുമ്പം അതാ ഞാൻ പറഞ്ഞത്. സോ ആ ലെറ്റേഴ്സ് ഒക്കെ ആദ്യം കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കണം. സോ ലെറ്റേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഹാൻഡ് റൈറ്റിംഗിലേക്ക് ട്രെയിനിങ് കൊടുക്കാൻ. താങ്ക് യു. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിലുള്ളത്, പഠനവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം പ്രാപിക്കാൻ സഹായകരമായ ഒരു ഫലപ്രദ പഠന പദ്ധതി രൂപപ്പെടുത്താൻ എന്തെല്ലാം ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്? ഷാര മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഉയർന്ന തലങ്ങളിലേക്കെന്നാണ്. അപ്പൊ ഇവരുടെ ആദ്യം ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് സ്ട്രെങ്തനായ ഭാഗങ്ങൾ ഏതാണ്, കൂടുതൽ സ്ട്രെങ്തനായ ഭാഗങ്ങൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക. ആ സ്ട്രെങ്തനുള്ള ഏരിയയിലേക്ക് നമ്മൾ മാറ്റി പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ മാറ്റിയിട്ട് കുട്ടി കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് അവരെ മേളിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മാം, താങ്ക് യു. അതോടൊപ്പം ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ട്. അതായത് അവർ ഹയർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും അതിന് ലളിതമായും പ്രായോഗികവുമായ പരിഹാരങ്ങൾ ഏവയൊക്കെയാണെന്നും ദയവായി വിശദീകരിക്കാമോ? ലേണിംഗ് ഡിസബിലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ മിക്കവാറും കോമോർബിഡ് പ്രശ്നങ്ങളാണ് വരുന്നത്. ചില കുട്ടികൾക്ക് ADHD ഉണ്ടാകാം. അപ്പൊ ഈ ADHD ഒക്കെ നമ്മൾ ആദ്യമേ അങ്ങ് ഇന്റർവെൻഷൻ, മെഡിക്കേഷൻ, മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് കൊടുക്കുക, അല്ലാതെ തെറാപ്പി ആവശ്യമുള്ളവർക്ക് തെറാപ്പികൾ കൊടുക്കുക. അപ്പൊ തന്നെ ADHD ഒരുവിധം പരിഹരിക്കപ്പെടുമ്പോൾ പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഈ വലുതാകും തോറും അതായത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടുള്ള ഏരിയയിലുള്ള പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം, ഓർമ്മശക്തി വർദ്ധിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ജുമിൻ മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ഓർമ്മശക്തി നമ്മൾ പ്രായത്തിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത്. ചെറിയ കുട്ടികളിലുള്ള ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ കേട്ടത് ഓർത്ത് വെക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ വേർഡ്സ് ഒക്കെ കൊടുത്ത് അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക, അവർക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് വേർഡ്സിന്റെ എണ്ണം കൂട്ടാൻ നോക്കുക, അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. കണ്ട കാര്യങ്ങൾ ഓർത്ത് വെക്കാനാണെങ്കിൽ അവർ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അത് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെയൊക്കെയുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കും. അത് ഓരോ പ്രായത്തിനനുസരിച്ചായിരിക്കും. ഇപ്പം മുതിർന്ന ഒരാളിനെ ഓർമ്മക്കുറവെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും നമ്മൾ റിമൈൻഡേഴ്സ് യൂസ് ചെയ്യുക, അതൊക്കെയും ഓർത്ത് വെക്കാനുള്ള സ്ട്രാറ്റജികൾ തന്നെയാണ്. അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഹെഡിങ് കൊടുക്കുക, അത് നോട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നമുക്ക് ആപ്പ് പോലെയോ അല്ലെങ്കിൽ നോട്ട്സ് പോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. അത് നമ്മുടെ പ്രായത്തിനും ആളുടെ പ്രശ്നത്തിനും അനുസരിച്ചായിരിക്കും നമ്മൾ സ്ട്രാറ്റജീസ് ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു. അടുത്തൊരു ചോദ്യം, ഹൗ കെൻ ഐ ഇംപ്രൂവ്
my 9-year-old child's handwriting skills. He doesn't have any developmental issues and his communication skills are normal. He's good at mathematics and his main hobby is drawing. However, I noticed that he struggles with writing and sometimes reading too. Raisa ma'am, answer ചെയ്യാൻ സാധിക്കുമോ? റൈറ്റിങ്ങിന് മെയിനായിട്ട് നോക്കേണ്ടത് ഫൈൻ മോട്ടോർ സ്കിൽസ് എങ്ങനെയാണെന്ന് നോക്കണം. സോ അതേപോലെ തന്നെ റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കണം. എന്തെങ്കിലും കോർഡിനേഷൻ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു തരം ക്ലംസിനെസ്സോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് മോട്ടോർ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പം കുറച്ചും കൂടെ കൈക്കും ആ ഒരു സ്ട്രെങ്തനിങ് കിട്ടും. സോ നമ്മൾ ജോയിന്റ് സെൻസ് എന്ന് പറയുന്ന ആ ഒരു അവയർനെസ് കിട്ടുമ്പം കുട്ടികൾക്ക് പെൻസിൽ പിടിക്കുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പോ റൈറ്റിങ്ങും കുറച്ച് നല്ല നീറ്റായിട്ട് അവർക്ക് ലെജിബിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതല്ലാതെ അവർക്ക് കുട്ടി നല്ലപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് റൈറ്റിംഗ് ആണ് പ്രോബ്ലംസ്, നമ്മൾ അവരെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ് നോക്കേണ്ടത്. സോ അവർക്ക് ഗ്രിപ്പ്, ഹോൾഡിങ് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് നോക്കണം. അത് അനുസരിച്ച് പെൻസിൽ ഗ്രിപ്പർ ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാം. പിന്നെ റീഡിങ്ങും ചോദിച്ചിട്ടുണ്ട്. സോ അതിന് ഫോണിക്സ്, പിന്നെ ലെറ്റേഴ്സ് വായിക്കുന്നത്, ഇതെല്ലാം എങ്ങനെയുണ്ടെന്ന് നോക്കണം. സോ എല്ലാം ലെറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് വായിക്കുന്നുണ്ടോ, സൗണ്ട്സ് മനസ്സിലാവുന്നുണ്ടോ, സോ ഇതെല്ലാം നോക്കിയിട്ട് ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ 3 ലെറ്ററോ 4 ലെറ്ററോ അങ്ങനെ വേർഡ്സ് തുടങ്ങിയിട്ട് പിന്നെ മെല്ലെ മെല്ലെ കുറച്ചായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. ബിക്കോസ് കുട്ടിക്ക് സൗണ്ട്സ്, ഫോണിക്സ് ശരിക്ക് ഇല്ലെങ്കിൽ പിന്നെ റീഡിങ് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സോ ലെറ്റേഴ്സ് അതെല്ലാം നോക്കണം. അതേപോലെ തന്നെ റൈറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഇതെല്ലാം ഫൈൻ മോട്ടോർ സ്കിൽസും ലെറ്റേഴ്സ് എഴുതുന്നതിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കണം. സോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ. താങ്ക് യു റൈസ മാം. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിൽ വന്നിട്ടുള്ളത്, വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ഇംപ്രൂവിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ബിലോ 5 ഇയർ ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാം അറിയാൻ സാധിക്കുമോ? നമുക്ക് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മുടെ മാഗസീൻസിലൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബാലരമ, കളിക്കുടുക്ക പോലുള്ള മാഗസീൻസിനകത്തൊക്കെ നമുക്ക് 2 പിക്ചേഴ്സ് തന്നിട്ട് വ്യത്യാസം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഹിഡൻ പിക്ചർ കണ്ടുപിടിക്കുക, കളറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇതെല്ലാം നമുക്ക് അറ്റൻഷൻ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെ ഇച്ചിരൂടെ വലിയ പിള്ളേരാണ് ഈ വേർഡ് ഫൈൻഡിങ്, മീസ്, അങ്ങനത്തെ ഒക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു. പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മാം, യെസ്, ചോദിച്ചോളൂ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ. കുട്ടിക്ക് പഠിത്തത്തിലൊന്നും കുഴപ്പമില്ല, എക്സാംസിലൊക്കെ മാർക്കൊക്കെ കിട്ടുന്നുണ്ട്, ബൈഹാർട്ട് പഠിച്ചു വെച്ചിട്ടാണ് ആൾ എഴുതുന്നതും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ആൾക്കൊരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനോ വായിക്കാനോ ആയിട്ട് അറിയുന്നില്ല. ഓക്കെ, ജുമിൻ മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും? 5ാം ക്ലാസ്സിലെ കുട്ടി ആൻസർ ഷീറ്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് എഴുതുന്നതെന്നാണോ മാം പറയുന്നത്? അതെ. അപ്പൊ അത്രയും കാര്യങ്ങൾ റോട്ടായിട്ട് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? കാണാപ്പാഠം പഠിച്ചെഴുതാൻ പറ്റുന്നുണ്ടോ? കാണാപ്പാഠം പഠിച്ചെഴുതുന്നുണ്ട്, എല്ലാം ബൈഹാർട്ട് ചെയ്യും. പക്ഷെ വെറുതെ പുതുതായിട്ട് ഒരു സെന്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു സെന്റൻസ് ഒരു നമ്മൾ എഴുതുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് എഴുതിയാല് അത് കണ്ടിരുന്നൂന്നേ വായിക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സോ 5ാം ക്ലാസ്സിലെ ഒരു കുട്ടി എല്ലാ കാര്യങ്ങളും 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 3ാം ക്ലാസ്, പക്ഷെ മാർക്കൊന്നും കുറവില്ല, പരീക്ഷയിലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്തു. 1-2 മാർക്കേ കുറയുന്നുള്ളൂ. ഓക്കെ, അത്രയും കുട്ടിക്ക് കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നുണ്ടോ?
അപ്പോ അത് നമ്മളൊന്ന് അസസ് ചെയ്ത് നോക്കേണ്ടി വരും. എന്തുവാന്നുള്ളത് നമ്മുടെ ക്ലാസ് നിലവാരത്തിലുള്ള പാസേജ് ഒക്കെ കൊടുത്ത് നോക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു രീതി കുട്ടി എങ്ങനെ പഠിച്ചു വന്നു എന്നുള്ളതും പറഞ്ഞ പോലെ ചെറിയ ക്ലാസ് മുതലേ കാണാപ്പാഠം പഠിക്കുന്ന ഒരു രീതി, അത്രയും കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കേണ്ടി വരും. ആ ഒരു പാറ്റേൺ ആയിരിക്കും ചിലപ്പം വായിക്കാനും എഴുതാനും ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ആപ്പിൾ എന്നുള്ളത് വായിക്കാനായിട്ട് നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നില്ലല്ലോ, കാണുമ്പോൾ തന്നെ വായിക്കുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതാവാം. അപ്പൊ അക്ഷരങ്ങളൊക്കെ അറിയാമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. അപ്പം അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് വന്നതുകൊണ്ടാവാം മറ്റു കാര്യങ്ങളിൽ അതായത് പുസ്തകത്തിൽ നല്ല പ്രാക്ടീസ് ചെയ്തതിനപ്പുറം ഒന്നും പറ്റാതെ വരുന്നത്. അപ്പൊ നമ്മൾ അതൊന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടി വരും. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്, അക്ഷരങ്ങളെല്ലാം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അടുത്തൊരു ചോദ്യം ചാറ്റ് ബോക്സിലുള്ളത്, ഇത്തരം പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുകയും ജോബിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എക്സാമ്പിൾ, നിങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള ഒരു കേസ് പറയാമോ? ടീച്ചിങ് ജോബാക്കിയാൽ സ്റ്റുഡൻസിനെ അത് ബാധിക്കില്ലേ? തങ്കമണി മാം ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? ഷാര മാം ആണെങ്കിലും ഒന്ന് ആൻസർ ചെയ്യാൻ സാധിക്കുമോ? മാം ഒന്നും കൂടെ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? തീർച്ചയായും. ഇത്തരം പ്രോബ്ലംസ് ഉള്ള, അതായത് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുകയും ജോബിൽ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും നമ്മുടെ എക്സ്പീരിയൻസിലുള്ള എക്സാമ്പിൾസ് പറയാമോ? ടീച്ചിങ് അവരൊരു ജോബ് ആക്കിയാൽ അത് അവർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ ബാധിക്കില്ലേ എന്നുള്ളതാ ക്വസ്റ്റ്യൻ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികള് സാധാരണ ഞാൻ ഈ നേരത്തെയും പറഞ്ഞു, അവർക്ക് 3 ഏരിയയിലാണ് പ്രശ്നം. പിന്നെ അവരുടെ കോമോർബിഡ് പ്രശ്നങ്ങളാണ്, ബിഹേവിയർ പ്രോബ്ലംസ്, ADHD പോലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഹയർ എഡ്യൂക്കേഷനിലോ ജോലിയിലോ അവരെ അത് കാര്യമായി ബാധിക്കുന്നില്ല. എനിക്ക് LD കുട്ടികള് ഇങ്ങനെ എത്തിയതായിട്ട് എൻ്റെ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും, എന്റെ വിഷ്വലി ഇമ്പയർഡ് ആയാലും മൈൽഡ് ID കുട്ടികളായാലും ഇവരെല്ലാം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. TTC കഴിഞ്ഞ് ടീച്ചറായിട്ടുള്ളവരുണ്ട്, ഹയർ സെക്കൻഡറി ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു. അപ്പൊ നമ്മുടെ ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഭയങ്കര വലിയ പ്രശ്നമാണ് എന്ന് രക്ഷിതാക്കൾ എടുക്കാതെ അവരുടെ ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണ്, അവർക്ക് കൂടുതൽ സ്ട്രെങ്തനായ ഏരിയ ഏതാണ് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള എക്സ്പോഷർ കൊടുത്താൽ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. അവർക്ക് തീർച്ചയായിട്ടും നല്ല എഡ്യൂക്കേഷനും നല്ല ജോലിയിലും തന്നെ അവർക്ക് മാറാൻ കഴിയും, സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു മാം. പാർട്ടിസിപ്പൻസിന് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് ചോദ്യങ്ങളുള്ളവർക്ക്. ഹലോ, ചോദിച്ചോളൂ മാം. ഞാൻ ഒരു കാര്യം പറയാനായിരുന്നു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കേട്ടായിരുന്നേ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസ് പ്രോബ്ലം ആവുമെന്ന്. എന്റെ മോളുടെ ലേണിംഗ് ഡിസബിലിറ്റി വളരെ വ്യക്തമാവുന്നില്ല, കണ്ടുപിടിച്ചതാണ്. അതിനുള്ള ബാക്കപ്പും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഒന്ന് ചോദിച്ചായിരുന്നല്ലോ. ഹലോ, പറഞ്ഞോളൂ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസ് ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചായിരുന്നല്ലോ. അതെ അതെ. അത് എന്റെ മോൾക്ക് വളരെ കുഞ്ഞിലെ അത് ഡിറ്റക്ട് ചെയ്തതാണ്. നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് കൊണ്ടുപോയപ്പം ത്രൂ ഇയേഴ്സ് അവളിപ്പോ MSW കംപ്ലീറ്റ് ചെയ്തു, കൗൺസിലിംഗ് കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
സോ അവരുടെ എനിക്ക് തോന്നുന്ന ഒരു ലെവൽ കഴിഞ്ഞ് നമ്മൾ അവർക്ക് ഡെഡിക്കേഷൻ കൊടുക്കുമ്പോൾ അവരതിൽ വൺസ് ദേ ഫോൾ ഇൻ ടു ട്രാക്ക് അവർ തന്നെ അതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണിച്ചു തന്നിട്ടുള്ളത്. ആ മാമിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മീൻസ് ജസ്റ്റ് സപ്പോർട്ട് ദം ആൻഡ് ദേ വിൽ കം അപ്പ്. താങ്ക് യു മാം. താങ്ക് യു ഫോർ ഷെയറിംഗ്. ആൻഡ് മാം ഒരു കാര്യം കൂടി, ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കോഴ്സ് നിങ്ങളുടെ അവിടെ ഉണ്ടോ ഓഫ്ലൈൻ ആയിട്ട്? ഓഫ്ലൈൻ ആയിട്ട് നിലവിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഫോക്കസ് ചെയ്ത് കോഴ്സസ് ഒന്നും അവൈലബിൾ അല്ല. അതിന് എവിടെയെങ്കിലും ഉള്ളതായിട്ട് മാം ഒന്ന് പറയാമോ? നമുക്ക് ആ കോഴ്സ് ചെയ്ത ഒരു സ്പെഷ്യൽ ട്രെയിനർ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഷാര മാം എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ? നമ്മുടെ റിസോഴ്സ് സെന്റർ ഉണ്ട്, അതായത് നന്ദാവനത്ത് സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ ഉണ്ട്. അവിടെ ഒന്ന് തിരക്കിയാല് അവിടെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കോഴ്സ് ഉണ്ട്. നന്ദാവനം പോലീസ് ക്യാമ്പിനടുത്തായിട്ട് സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ. ഒരു മിനിറ്റ് മാം, പോലീസ് ക്യാമ്പ് സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററോ? അതെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ അല്ലേ മാം? അതെ. ഓക്കെ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ എന്നാണ്. ട്രിവാൻഡ്രം ആണോ? ട്രിവാൻഡ്രം പോലീസ്. അതെ. മാം തൃശ്ശൂർ എവിടെയെങ്കിലും ഉള്ളതായിട്ട് അറിയോ? തൃശ്ശൂർ എനിക്കറിയില്ല, എനിക്ക് തിരുവനന്തപുരം അറിയാവൂ. അവിടെ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഇവിടെ ഓൺലൈൻ കോഴ്സും ഉണ്ട്. ഓൺലൈൻ ആകുമ്പോ അത് ഓഫ്ലൈൻ ആകുമ്പോ നമുക്ക് പ്രാക്ടിക്കലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്താ. അതല്ല, ഇത് ഓൺലൈൻ ഉണ്ട്, പ്രാക്ടിക്കൽസിനങ്ങാണ്ട് ഇവിടെ വരണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതും തിരക്കിയാ മതി. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ. പാർട്ടിസിപ്പൻസിന് കൂടുതലായി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സെഷൻ കൈകാര്യം ചെയ്ത എല്ലാ പാനൽ മെമ്പേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. ഷാര മാമിനോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. മാം ഇന്ന് ജോയിൻ ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു. താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു.